ജയിലിൽ കിടക്കുന്ന രണ്ട് കുറ്റവാളികൾ. ഒരു ദിവസം സന്ധ്യനേരത്ത് അവരിരുവരും ജയിലിൻ്റെ അഴികൾക്കുള്ളിലൂടെ വെളിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിലൊരാൾ നോക്കിയത് അഴികൾക്ക് മുന്നിലുള്ള മുറ്റത്തേക്കായിരുന്നു. മഴ പെയ്ത് ആകെ വൃത്തിഹീനമായി കിടക്കുന്ന ആ ഒരു സാഹചര്യത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ മൊത്തം ചെളിയായി വൃത്തിഹീനമായല്ലോ എന്ന് വളരെ വെറുപ്പോടെ അദ്ദേഹം പ്രതികരിച്ചു. മറ്റേയാൾ നോക്കിയത് ആകാശ നീലിമയിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ തിളങ്ങി നിൽക്കുന്നത് കണ്ട് എന്തൊരു മനോഹരിതയാണ് എന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം പ്രതികരിച്ചു. ഇവിടെ രണ്ടാൾക്കാരുടെ അവരുടെ ജീവിതത്തോടുള്ളതായ ആ ഒരു പ്രതികരണം, ഒരേ സാഹചര്യത്തിൽ ഒരേ സിറ്റുവേഷനിൽ കഴിയുന്ന രണ്ടാൾക്കാർ അവരുടേതായ ജീവിതത്തോടുള്ളതായ ആ ഒരു കാഴ്ചപ്പാട്, അതിലൊരാൾക്ക് സന്തോഷം നൽകുകയും മറ്റൊരാൾക്ക് വെറുപ്പ് നൽകുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തെ ക്രിയാത്മകമായി നയിക്കുവാൻ, വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുവാൻ എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ നന്നാകേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളാണ് ചിന്തകളായി മാറുന്നതെന്നും ആ ചിന്തകൾ പിന്നെ വാക്കുകളും പിന്നെ പ്രവർത്തനങ്ങളുമായി മാറും. അത് നമ്മുടെ മൂല്യങ്ങളായി മാറും. നമ്മുടെ മൂല്യങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികളാകുന്നത് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര മോശമായ സാഹചര്യങ്ങളെയും അതിനോടുള്ള നന്മ നിറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് സന്തോഷത്തോടെ ആസ്വദിക്കുവാൻ സാധ്യമാകും.